എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിന് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് ഏത് റൂട്ടിലാണ്? രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് ഏത് റൂട്ടിലാണ്? കൊച്ചി ലക്ഷദ്വീപ്. രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് കൊച്ചി ലക്ഷദ്വീപ് റൂട്ടിലാണ്. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് അൻപ് വീട്. അൻപ് വീടാണ് രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതി. ഇന്ത്യയിലെ കോടതികളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ കോടതികളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? വൺ കേസ് വൺ ഡാറ്റ. വൺ കേസ് വൺ ഡാറ്റയാണ് ഇന്ത്യയിലെ കോടതികളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം 2026 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതി ഏതാണ്? തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം 2026 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതി ഏതാണ്? വികസിത് ഭാരത് റോസ്ഗാർ യോജന. വികസിത് ഭാരത് റോസ്ഗാർ യോജനയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം 2026 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതി. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോ. മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് നിഹോൺ ഹിഡാൻക്യോ. നിഹോൺ ഹിഡാൻക്യോയ്ക്കാണ് 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നർഗീസ് മുഹമ്മദി. നർഗീസ് മുഹമ്മദിക്കാണ് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ലാസ്ലോ ക്രാസ്നഹോർക്കൈ. ലാസ്ലോ ക്രാസ്നഹോർക്കൈക്കാണ് 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്. ഹാൻ കാങ്ങിനാണ് 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് യോൻ ഫോസെ. യോൻ ഫോസെയ്ക്കാണ് 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൗവീറ്റ്. ജോയൽ മോക്കിറിനും ഫിലിപ്പ് അഗിയോണിനും പീറ്റർ ഹൗവീറ്റിനുമാണ് 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ്. ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡി. ക്ലോഡിയ ഗോൾഡിക്കാണ്
2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? 2025 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2025 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം ഗ്യാഗി. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം ഗ്യാഗി എന്നിവർക്കാണ് 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജമ്പർ. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജമ്പർ എന്നിവർക്കാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് മൗങ്കി ജി ബാവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ യെക്കിമോവ് എന്നിവർക്കാണ്. മൗങ്കി ജി ബാവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ യെക്കിമോവ് എന്നിവർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവർക്കാണ് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഇ ഹിൻഡൺ. ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഇ ഹിൻഡൺ എന്നിവർക്കാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? പിയറി അഗോസ്റ്റിനി, ഫെറൻറ്റ് ക്രൗസ്, ആൻ എൽ ഹുള്ളിയാർ. പിയറി അഗോസ്റ്റിനി, ഫെറൻറ്റ് ക്രൗസ്, ആൻ എൽ ഹുള്ളിയാർ എന്നിവർക്കാണ് 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2025 ബുക്കർ സമ്മാനം ലഭിച്ചത് ഡേവിഡ് സൊലെ. ഡേവിഡ് സൊലെയ്ക്കാണ് 2025 ബുക്കർ സമ്മാനം ലഭിച്ചത്. നോവൽ ഫ്ലെഷ്. 2024 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 ബുക്കർ സമ്മാനം ലഭിച്ചത് സാമന്ത ഹാർവി. സാമന്ത ഹാർവിക്കാണ് 2024 ബുക്കർ സമ്മാനം ലഭിച്ചത്. നോവൽ ഓർബിറ്റൽ. 2026-27 ബഡ്ജറ്റിൽ വയോജന ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 2026-27 ബഡ്ജറ്റിൽ വയോജന ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് 2026-27 ബഡ്ജറ്റിൽ വയോജന ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ആർ വൈരമുത്തു. ആർ വൈരമുത്തുവാണ് 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. അടുത്തിടെ 72% സാക്ഷരതാ നിരക്ക് കൈവരിച്ച ആദിവാസി സമൂഹം. അടുത്തിടെ 72% സാക്ഷരതാ നിരക്ക് കൈവരിച്ച ആദിവാസി സമൂഹം ഏതാണ്? സിദ്ധി. സിദ്ധിയാണ് അടുത്തിടെ 72% സാക്ഷരതാ നിരക്ക് കൈവരിച്ച ആദിവാസി സമൂഹം. ഇന്ത്യയുടെ 3D പ്രിൻ്റഡ് ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനുകൾ ലഭിക്കുന്ന ആദ്യ നഗരം. ഇന്ത്യയുടെ 3D പ്രിൻ്റഡ് ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനുകൾ ലഭിക്കുന്ന ആദ്യ നഗരമാണ് ഡൽഹി. ഡൽഹിയാണ് ഇന്ത്യയുടെ 3D പ്രിൻ്റഡ് ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനുകൾ ലഭിക്കുന്ന ആദ്യ നഗരം. ഇന്ത്യയിലെ ചേരിമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വലിയ നഗരം. ഇന്ത്യയിലെ ചേരിമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വലിയ നഗരമാണ് സൂറത്ത്. സൂറത്താണ് ഇന്ത്യയിലെ ചേരിമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വലിയ നഗരം. 2026 BAFTA പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമ. 2026 BAFTA പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമയാണ് ബൂങ്. ബൂങ്ങാണ് 2026 BAFTA പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമ.